Hello dear students, the next question is a theorem. A necessary and sufficient condition for two planar graphs G1 and G2 to be duals of each other is as follows. There is a one-to-one correspondence between the edges in G1 and the edges in G2 such that a set of edges in G1 forms a circuit if and only if the corresponding set of edges in G2 forms a cut set. അതായത് നമുക്ക് രണ്ട് ഗ്രാഫ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഒരു ഗ്രാഫിൻ്റെ ഡ്യുവലായിരിക്കും നെക്സ്റ്റ് ഗ്രാഫ്. ഫോർ എക്സാമ്പിൾ G1 ആൻഡ് G2, G1ൻ്റെ ഡ്യുവലായിരിക്കും G2. ഓക്കെ, അപ്പോൾ ഗിവൻ ടു ഗ്രാഫ്സ് G1 ആൻഡ് G2 ഷുഡ് ബി ഡ്യുവൽ ടു ഈച്ച് അതർ. അങ്ങനെയുള്ള രണ്ട് ഗ്രാഫ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യുവൽ ആയിരിക്കണം എങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ മീൻസ് നമ്മൾ G1 സർക്യൂട്ട് കൺസിഡർ ചെയ്താൽ ആ സർക്യൂട്ടിലെ എഡ്ജസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് ഇൻ G2. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ G1ൻ്റെ ഡ്യുവലാണ് G2 എങ്കിൽ G1 നമ്മൾ എടുക്കുന്ന സർക്യൂട്ടിൽ ടച്ച് ചെയ്യുന്ന ഡ്യുവലിലെ എഡ്ജസ്, അതാണ് കറസ്പോണ്ടിങ് എഡ്ജസ്. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ എ സർക്യൂട്ട് ഇൻ G1, ദ എഡ്ജസ് വിച്ച് ടച്ചസ് ദ എഡ്ജസ് ഇൻ സർക്യൂട്ട്. ആ സർക്യൂട്ടിലെ എഡ്ജസിൽ ടച്ച് ചെയ്യുന്ന എഡ്ജസ് ഇൻ G2 വിൽ ബി എ കട്ട് സെറ്റ് ആയിരിക്കും. അതുപോലെ G2 എന്ന് പറയുന്ന ഡ്യുവലിന് നമ്മളൊരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ ടച്ച് ചെയ്യുന്ന എഡ്ജസ് ഇൻ കറസ്പോണ്ടിങ് എഡ്ജസ് ഇൻ G1 എന്ന് പറയുന്നതും എന്തായിരിക്കും? ഒരു കട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ a plane representation of a planar graph G1. Also draw a dual G2 of G1. Okay, these are the two graphs. G1, ആ G1ൻ്റെ ഡ്യുവലാണ് റൈറ്റ് സൈഡിലുള്ള G2. ഓക്കെ, സോ ഡ്യുവൽ വരയ്ക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഹിയർ 3 റീജിയൻസ് ഉണ്ട്. ഈ റീജിയൻസിലൊരു പോയിൻറ്റ് എ, ദിസ് വൺ ബി ആൻഡ് ഔട്ട് സൈഡ് സി. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ റീജിയൻ എടുക്കുവാണെങ്കിൽ എ ടു ബി ഒരു എഡ്ജ്, then A to C ഒരു എഡ്ജ്, A to C another edge. then സെക്കൻഡ് റീജിയൻ എടുക്കുകയാണെങ്കിൽ B to C ഒരു എഡ്ജ്, B to C നെക്സ്റ്റ് എഡ്ജ്. ഓക്കെ, ഇപ്പോൾ ഡ്യുവലി കംപ്ലീറ്റ്. ഇതിൻ്റെ ഒരു ക്ലിയർ ഫോമാണ് ഇവിടെ വരച്ചിട്ടേക്കുന്നത്. 3 വേർഡ്സസ് ഉണ്ട്, A, B, C. A to B നമുക്ക് ഒരു എഡ്ജാണ്, B to C 2 എഡ്ജസ് ആണ്, then A to C 2 എഡ്ജസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ എ സർക്യൂട്ട് ഇൻ G1. G1 നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ്. സോ ദിസ് വിൽ ബി എ സർക്യൂട്ട് സി. ആ സർക്യൂട്ടിൽ 3 എഡ്ജസ് ആണ് ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോയിൻ്റ് ഇത് എ, ഇത് ബി, ഇത് സി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 എഡ്ജസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് ഇൻ G2. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് എന്ന് പറയുമ്പം ഈ ഒരു എഡ്ജിനെ ടച്ച് ചെയ്യുന്നത് എ ടു ബി എഡ്ജായിരുന്നു. ദാറ്റ് മീൻസ് ദിസ് വൺ. ദെൻ ഈ 2 എഡ്ജസ് എന്ന് പറയുന്നത് ആ 2 എഡ്ജസിനെയും ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എഡ്ജസ് ഇൻ G2 എന്ന് പറയുന്നത് എ ടു സിയിലോട്ടുള്ള 2 എഡ്ജസ് ആയിരുന്നു. ദാറ്റ് മീൻസ് ദീസ് 2 എഡ്ജസ്. ഓക്കെ, സോ നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്തു. ആ സർക്യൂട്ടിലെ 3 എഡ്ജസ് ആണ് ദിസ് എഡ്ജ് ആൻഡ് ദിസ് എഡ്ജ്. ആ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് ഇൻ G2 വിൽ ബി ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഈ 3 എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ, അതായത് ഈ എഡ്ജും ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന 3 എഡ്ജസ് നമുക്ക് റിമൂവ് ചെയ്യുവാണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇത് എ, ഇത് ബി, സി. ദാറ്റ് മീൻസ് ദ ഗ്രാഫ് ഗെറ്റ്സ് ഡിസ്കണക്റ്റഡ്. സോ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവണമെങ്കിൽ ദാറ്റ് എഡ്ജസ് മസ്റ്റ് ബി കട്ട് സെറ്റ്. സോ നമ്മൾ G1 കൺസിഡർ ചെയ്ത സർക്യൂട്ടിലെ എഡ്ജസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് ഇൻ G2 ഈസ് എ കട്ട് സെറ്റ്. ഓക്കെ, ഇനി നമ്മൾ വൈസ് വേഴ്സ് കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. G2 സർക്യൂട്ട് കൺസിഡർ ചെയ്യുവാണ്. സോ ദിസ് വിൽ ബി എ സർക്യൂട്ട് ഇൻ G2. ഓക്കെ, അതിൽ എഡ്ജസ് ആണ് എ ടു ബി ഒരു എഡ്ജ്, ബി ടു സി ഒരു എഡ്ജ്, എ ടു സി ഒരു എഡ്ജ്. ഓക്കെ, സോ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി. ഇനി G2 സർക്യൂട്ടിന് കറസ്പോണ്ടിങ് എഡ്ജസ് ഇൻ G1 ഏതൊക്കെയൊരു എഡ്ജസ്? എ ടു ബി ഉള്ള എഡ്ജ്. ദാറ്റ് മീൻസ് എ ടു ബി ഉള്ള എഡ്ജ് ടച്ച് ചെയ്യുന്ന എഡ്ജ് ഏതായിരുന്നു? ഈ എഡ്ജ്. ദെൻ എ ടു സി ഉള്ള എഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോസ് ചെയ്യാം എ ടു സിയിലോട്ട് ഈ ഒരു എഡ്ജ്. അതായത് ഇവിടെ എ ടു സി എഡ്ജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത് എ എന്നുള്ള പോയിന്റിൽ നിന്ന്
സിയിലോട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബി ടു സി എഡ്ജ്. ബി ടു സി എഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അതായത് ഈ പറഞ്ഞേക്കുന്ന എഡ്ജസിന് കറസ്പോണ്ടിങ് ആയിട്ട് എഡ്ജസ് എന്ന് പറയുമ്പം ഈ എഡ്ജസ് എങ്ങനെയായിരുന്നു ടച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗർ ഓർമ്മ വേണം, നമ്മൾ ഫസ്റ്റ് ഡ്യുവൽ വരച്ചത്. അതായത് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് ഈ എഡ്ജ്, ഇതിന് ഈ എഡ്ജ്, ഈ എഡ്ജ്, അതാണ് നമ്മൾ ഈ എടുത്തേക്കുന്ന എ ടു ബി ആയിട്ടുള്ള എഡ്ജാണ്. ഈ എഡ്ജാണ് ഈ എഡ്ജ്. എ ടു സി എഡ്ജാണ് ഈ എഡ്ജ്. ബി ടു സി എഡ്ജാണ് ഈ എഡ്ജ്. ഈ 3 എഡ്ജിനെ ടച്ച് ചെയ്യുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? ഇതും ഇതും ഇതും. ഓക്കെ, സോ ദീസ് 3 എഡ്ജസ് ആൻഡ് ദിസ് ഇസ് ദ സർക്യൂട്ട്. ഈ 3 എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്? ഇങ്ങനെയായിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് ഇതും ഡിസ്കണക്റ്റായി. ഡിസ്കണക്റ്റഡ് ആയി മീൻസ് എന്താ? ഈ 3 പേരും റിമൂവ് ചെയ്തപ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുമെങ്കിൽ ദാറ്റ് വിൽ ബി എ കട്ട് സെറ്റ്. ഓക്കെ, സോ G1 സർക്യൂട്ട് കൺസിഡർ ചെയ്തു. ആ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് ഇൻ G2 വിൽ ബി കട്ട് സെറ്റ്. ആൻഡ് G2 സർക്യൂട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് സെറ്റ് ഓഫ് എഡ്ജസ് കറസ്പോണ്ടിങ് ടു ദ എഡ്ജസ് ഇൻ G1. ഓക്കെ, G2 നമ്മൾ സർക്യൂട്ട് കൺസിഡർ ചെയ്ത് ആ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജസ് ഇൻ G1 വിൽ ഓൾസോ ബി എ കട്ട് സെറ്റ്. ദാറ്റ് മീൻസ് ദേ വിൽ ബി എ ഡ്യുവൽ ടു ഈച്ച്. ദാറ്റ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യുവലാണ്. ഓക്കെ, സോ ചില കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും: വാട്ട് വിൽ ബി ദ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ഫോർ 2 പ്ലാനർ ഗ്രാഫ്സ് ടു ബി ഡ്യുവൽ ഓഫ് ഈച്ച് അതർ. അല്ലെങ്കിൽ ഒരു ഗ്രാഫിൻ്റെ നോൺ പ്ലാനാരിറ്റി പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 2 ഗ്രാഫ്സ് ഷുഡ് ബി ഡ്യുവൽ ടു ഈച്ച് അതർ, വാട്ട് ആർ ദ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിയറമാണ് എഴുതാനുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൺസിഡർ ആൻ ആർബിട്രറി സർക്യൂട്ട് ഇൻ G1, set of edges in G2 which corresponds to the set of edges in the circuit of C1 of G1 is a cut set. Likewise, the set of edges in G1 which corresponds to the set of edges in the circuit of C2 of G2 will also be a cut set in G1. Okay, next, another theorem: every circuit has an even number of edges in common with any cut set. Every circuit has an even number of edges in common with any cut set. നമ്മൾ ഒരു ഗ്രാഫിലെ സർക്യൂട്ടും കട്ട് സെറ്റും കൺസിഡർ ചെയ്യുവാണെങ്കിൽ, സർക്യൂട്ട് മീൻസ് സർക്യൂട്ടിലെ എഡ്ജസ് കൺസിഡർ ചെയ്യുക, കട്ട് സെറ്റിലെ എഡ്ജസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഈവൻ നമ്പർ മീൻസ് 0 to 4 അങ്ങനെയുള്ള 0യും വരും, 0 2 4 6 അങ്ങനെയുള്ള ഈവൻ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. കൗണ്ട് ഓഫ് കോമൺ എഡ്ജസ്. ഓക്കെ, മനസ്സിലായോ? ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുക, ഒരു കട്ട് സെറ്റ് കൺസിഡർ ചെയ്യുക, ആ സർക്യൂട്ടിലും കട്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞൊരു ഈവൻ വാല്യൂ ആയിരിക്കും. ഈവൻ വാല്യൂ മീൻസ് ചില സമയത്ത് അത് 0 വേണമെങ്കിലും ആവാം. അപ്പം നമുക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ഈ 3 എഡ്ജസാണ് കട്ട് സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ മാർക്ക് ചെയ്തേക്കുന്ന എസ് എന്ന് പറഞ്ഞാൽ കട്ട് സെറ്റാണ്. അതായത് ആ മിഡിൽ പോർഷനിൽ വരുന്ന 3 എഡ്ജസാണ് നമ്മൾ കട്ട് സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ഗ്രാഫ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ഗ്രാഫിൻ്റെ കേസിൽ നമ്മൾ ഇതായിരുന്നു സർക്യൂട്ടായിട്ട് എടുത്തത്. അപ്പോൾ സർക്യൂട്ടിൽ വരുന്ന എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇത് 3ഉം കട്ട് സെറ്റിൽ വരുന്ന എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇത് 3ഉം. അതിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. സോ നമ്പർ ഓഫ് കോമൺ എഡ്ജസ് ടു സർക്യൂട്ട് ആൻഡ് കട്ട് സെറ്റ് വിൽ ബി 0. ദാറ്റ് ഈസ് എൻ ഈവൻ നമ്പർ. ഈ നെക്സ്റ്റ് കേസിൽ കട്ട് സെറ്റിലെ എഡ്ജസ് എന്ന് പറയുന്നത് ദിസ് 3 1 ആൻഡ് സർക്യൂട്ടായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ എഡ്ജും അതുപോലെ ഈ എഡ്ജും സർക്യൂട്ടിനും ഉണ്ട്, കട്ട് സെറ്റിനും ഉണ്ട്. സോ 2 edges are common to circuit and cut set. That's an even value. Okay, so അപ്പോൾ അതിൻ്റെ പ്രൂഫ് വരുന്നത്, ഫസ്റ്റ് we have to consider a cut set as in a graph, that is this one. Then let the removal of that cut set, that is the removal of edges in S, will partition the vertex of G into 2 mutually exclusive subset V1 and V2. ഓക്കെ, അപ്പം നമ്മൾ ഈ കട്ട് സെറ്റ് എസ്സിലുള്ള എഡ്ജസ് റിമൂവ് ചെയ്യുവാണെങ്കിൽ വരുന്ന വേർട്ടസസ് എന്ന് പറയുന്നത്, അതായത് V1 V2 V3 എന്ന് പറഞ്ഞൊരു വേർട്ടസ്, 3 വേർട്ടസസും V1 എന്ന് പറഞ്ഞൊരു സബ്സെറ്റിലോട്ടും അതുപോലെ V4 V5 V6 എന്ന സെറ്റ് വേർട്ടസസ് V2 എന്ന് പറഞ്ഞൊരു സെറ്റിലോട്ടും
പാർട്ടീഷൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ ദ സെറ്റ് V1 കൺസിസ്റ്റ് ഓഫ് ദ വേർട്ടിസസ് V1, V2, V3 ആൻഡ് ദ സെറ്റ് V2 കൺസിസ്റ്റ് ഓഫ് ദ വേർട്ടിസസ് V4, V5 ആൻഡ് V6. ഓക്കെ, ഇനി ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ആണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ദെൻ വി ഹാവ് ടു കൺസിഡർ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ദെൻ ഇവിടുത്തെ കട്ട് സെറ്റ് എന്ന് പറയുന്നത് ഈ 3 എഡ്ജസുമാണ് കട്ട് സെറ്റിലെ എഡ്ജസ്. ഓക്കെ, സോ ഈ കേസിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് if all the vertices in the circuit C are entirely within V1 or V2, അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളിവിടെ എടുത്തേക്കുന്ന സർക്യൂട്ട് ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ആ സർക്യൂട്ടിലുള്ള വേർട്ടിസസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? നമ്മളെടുത്ത സർക്യൂട്ടിലെ വേർട്ടിസസ് V1, V2, V3. ഓക്കെ, ആ സർക്യൂട്ടിലെ വേർട്ടിസസ് ഫുള്ളും എവിടാണ്? V1 എന്ന് പറഞ്ഞ ഒരു സെറ്റിലാണ്. ഇനി നമ്മൾ എസ് എന്ന് കട്ട് സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളിവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഗ്രാഫിൽ തിക്കൻ്റെ എഡ്ജസ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് ആദ്യത്തെ സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനകത്തുള്ള വേർട്ടിസസ് എല്ലാം V1ലാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസ് എന്ന് പറയുന്ന ഓൾ ദ വേർട്ടിസസ് ഇൻ ദാറ്റ് സർക്യൂട്ട് എൻറ്റയർലി വിത്തിൻ V1 ഓർ V2. ഇൻ ദ എക്സാമ്പിൾ ദ വേർട്ടിസസ് ആർ ഇൻ V1. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ, അതായത് നമ്മൾ ഒരു കട്ട് സെറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ വേർട്ടിസസ് 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ സർക്യൂട്ടിനകത്തുള്ള വേർട്ടിസസ് എല്ലാം ഈ പറഞ്ഞ 2 സെറ്റിൽ ഏതെങ്കിലും ഒരു സെറ്റിൽ വരും. അങ്ങനെ വരുന്ന കേസിൽ ദ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു ദാറ്റ് സർക്യൂട്ട് ആൻഡ് കട്ട് സെറ്റ് വിൽ ബി 0 ഇല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ സർക്യൂട്ട്സിൽ വന്ന വേർഡ്സസ് എല്ലാം ഒരൊറ്റ സെറ്റിലാണെന്ന് പറയുമ്പോൾ ആ എഡ്ജസ് എല്ലാം കംപ്ലീറ്റ്ലി വേറെ പോർഷനായിട്ടും വരും. അതുപോലെ ഈ എഡ്ജസ് കംപ്ലീറ്റ്ലി രണ്ടും തമ്മിൽ സിമിലാരിറ്റീസ് കോമൺ ആയിട്ടുള്ള എഡ്ജസ് ഒന്നും കാണത്തില്ല. ഓക്കെ, സോ ഹിയർ ദ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു സർക്യൂട്ട് ആൻഡ് ദ cut set S is 0. Okay, that's an even number. Second case എന്ന് പറയുന്നത് സം വേർട്ടിസസ് ഓ ഇൻ ദ സർക്യൂട്ടിലുള്ള സം വേർട്ടിസസ് എന്ന് പറയുന്നത് V1ഉം ചില വേർട്ടിസസ് V2. അതായത് ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ സർക്യൂട്ടിലെ ഈ 2 വേർട്ടിസസും V1ലും ഈ 2 വേർട്ടിസസ് V5ലുമാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്യുന്ന എഡ്ജസ് എന്ന് പറയുന്നത് ഈ കട്ട് സെറ്റിലും വരുന്നുണ്ട്. ഈ എഡ്ജും അതുപോലെ ഈ എഡ്ജും. ഓക്കെ, ഈ എഡ്ജും ഈ എഡ്ജും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ that is some vertices in the circuit are in first set and the other remaining vertices are in the second set V2. If we traverse through the circuit or between the edges, we can find that the number of edges common to circuit and cut set will be an even number, that's 2. Okay, മനസ്സിലായോ? അതായത് നമ്മളൊരു കട്ട് സെറ്റ് കൺസിഡർ ചെയ്യുക. ആ കട്ട് സെറ്റിൽ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വേർട്ടിസസ് 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ നമ്മുടെ സർക്യൂട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ 2 കേസുണ്ട്. ഒന്നുകിൽ ആ സർക്യൂട്ടിൽ വരുന്ന വേർട്ടിസസ് എല്ലാം ഏതെങ്കിലും ഒരു സബ്സെറ്റിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ സബ്സെറ്റിൽ അങ്ങനെ വരുമ്പോൾ ആ കട്ട് സെറ്റിലും അതുപോലെ സർക്യൂട്ടിലും കോമൺ ആയിട്ടുള്ള എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കേസ് നമ്മൾ സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ടിലെ വേർട്ടിസസ് 2 സെറ്റിലുമായിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു സർക്യൂട്ട് ആൻഡ് കട്ട് സെറ്റ് വിൽ ബി ആൻ ഈവൻ നമ്പർ. Okay, that ends the theorem.